കോഴിക്കോട് ജില്ലയിലെ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം വർണ്ണാഭമായിരുന്നു. പുത്തനുടുപ്പ് ധരിച്ച് അക്ഷരമുറ്റത്തേക്ക് ആയിരക്കണക്കിന് കുട്ടികളാണ് എത്തിയത്. കോഴിക്കോട് ജില്ലയിലും പ്രവേശനോത്സവം വളരെ ഗംഭീരമായിട്ടാണ് നടന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് പുതിയങ്ങാടി GM-UP സ്കൂളിലാണ്. ഇവിടെ ഈ വിദ്യാലയത്തിൽ മാത്രം 100ഓളം കുട്ടികളാണ് പുതുതായി പ്രവേശനത്തിനായി എത്തിയിരിക്കുന്നത്. ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് ഇത്രയും കുട്ടികൾ എന്നുള്ളത് ഏറെ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. പൊതുവിദ്യാലയത്തിലേക്ക് കൂടുതലായി കുട്ടികൾ കടന്നു വരുന്നു എന്ന് പറയുന്നത് അത്രയധികം സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർക്ക് മനോഹരമായ രീതിയിൽ തന്നെ സ്കൂൾ അധികൃതർ പേപ്പറിൽ തീർത്ത ഒരു മനോഹരമായിട്ടുള്ള രൂപം, ഒരു പൂക്കളുടെ രൂപമൊക്കെ നൽകിയിട്ടുണ്ട്. എന്താ പേരെന്താ? മുഹമ്മദ് നിസാമുദ്ദീൻ. എന്താ പേര്? മുഹമ്മദ് നിസാമുദ്ദീൻ. ആണോ? എവിടെയാ വീട്? എവിടെയാ? പാട്ട് പാടുമോ? ഇല്ല. അവൻ പാടും. എന്താ പേരെന്താ? പാട്ട് പാടുന്ന് പറഞ്ഞു. പാട്ട് പാടും. ആരെവിടെ കൊണ്ടുവിട്ടാരാ? വെള്ളിപ്പാണ് കൊണ്ടുവിട്ടല്ലേ? അതാ ഇവിടെ നമ്മൾ വന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഒരാളുണ്ടായിരുന്നു. നേരത്തെ കരഞ്ഞിരുന്നല്ലോ, ഇപ്പൊ സന്തോഷമായോ? എന്താ പേരെന്താ? ആയിഷ. എന്താ നേരത്തെ എന്തിനാ കരഞ്ഞേ? ആരെ കൊണ്ടുവിട്ടെ? പുതിയ ഇതൊക്കെ വാങ്ങിയാ? പുസ്തകമൊക്കെ വാങ്ങിയാ? എന്തൊക്കെയാ വാങ്ങി? ആണോ? മോളുടെ പേരെന്താ? അഫീഫ. ആ, അടിപൊളി ബാഗാണല്ലോ. ഇത് പുതിയ കുപ്പായ ആണ്. ഇതുപോലെ ഒരുപാട് കൊച്ചുമിടുക്കികളൊക്കെ ഉണ്ട്, കൊച്ചുമിടുക്കന്മാരുണ്ട്. ഇവിടെ കൈവീശി കാണിച്ചുകൊണ്ട് ആവേശത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. എന്താ പേരെന്താ? ഹെൻസ. പാട്ട് പാടും. എന്നൊരു പാട്ട് പാടി. ഏതാ പാടുന്നത്? എൻസയ്ക്ക് നാണം വരുന്നുണ്ട്. എൻസയെ സംബന്ധിച്ചതാ രക്ഷിതാക്കളുടെ കൂടെ വന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. നേരത്തെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ സംസാരിച്ചു? ഇതാരാ? എന്താ മോളുടെ പേര്? അൻവി അല്ലേ? എങ്ങനെ രാവിലെ കൊണ്ടുവന്നപ്പോ എന്തെങ്കിലും ഇതുണ്ടായോ? കരഞ്ഞോ? പുതിയ ഇതൊക്കെ കിട്ടിയാ? ബാഗൊക്കെ കിട്ടിയാ? നല്ല മാലയാണല്ലോ. ഇത് എനിക്ക് തരുമോ? ഇതാ നമുക്ക് ഓരോ അക്ഷരങ്ങൾ കാണാം ഇവരുടെയൊക്കെ. ഇതാ എന്താ പേരെന്താ? നിയാന. ആ, പിന്നെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പുതിയ കൂട്ടുകാരൊക്കെ ഇഷ്ടമായോ? ആരാ കൊണ്ടുവിട്ടെ? അമ്മ കൊണ്ടുവിട്ടു അല്ലേ? എന്തായാലും ഇപ്പോൾ ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് പ്രവേശനോത്സവം പുരോഗമിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ സ്കൂളിലാണ്. MK രാഘവൻ MP ആണ് നടുവണ്ണൂർ സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. അതിന് തൊട്ട് മുന്നോടിയായി തന്നെ ഇവിടെ ഈ GM-UP സ്കൂൾ പുതിയങ്ങാടിയിൽ MK രാഘവൻ MP വരികയും അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ച് പോവുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തിൻ്റെ വക MP ഫണ്ടിൽ നിന്നുള്ള ഒരു ലാപ്ടോപ്പ് കൂടി വിതരണം ചെയ്താണ് മടങ്ങിയത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് ബാൻഡ് വാദ്യം ഒരുക്കിയ, ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള SPC കേഡറ്റാണോ? ആണല്ലേ? എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇത്? ബാൻഡ് വാദ്യമൊക്കെ അടിപൊളിയായിരുന്നല്ലോ. എത്ര ദിവസത്തെ പരിശീലനം ഉണ്ടായി? എന്താ പേരെന്താ? ഹനീൻ. എങ്ങനെയുണ്ട്? സ്കൂൾ ഇഷ്ടമായോ? വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപകനാണ്. പല സർക്കാർ വിദ്യാലയങ്ങളിലും നമുക്ക് ഈ വർഷം പ്രവേശനം വളരെ കുറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് നിലവിലുള്ള ഡിവിഷനുകൾ നിലനിർത്തുവാനും എല്ലാ രക്ഷിതാക്കളും കുട്ടികളും നമ്മളെ വിദ്യാലയത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാനും തയ്യാറായതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു 100ഓളം കുട്ടികൾ ഈ വർഷം ഞങ്ങളുടെ വിദ്യാലയത്തിൽ പ്രവേശനം നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ MP നമുക്കൊരു നല്ല കമ്പ്യൂട്ടർ ലാബ് ഈ വിദ്യാലയത്തിന് വേണ്ടി അനുവദിക്കാമെന്ന് ഈ ഉദ്ഘാടന വേദിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ അധ്യാപികമാരൊക്കെ ഉണ്ട്. പുതിയ കുട്ടികളൊക്കെ വന്നപ്പോൾ 100ഓളം പുതിയ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾ കുറയുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളുടെ കുറവ് അനുഭവപ്പെട്ടിട്ടില്ല. അത് വിദ്യാലയത്തിൻ്റെ നേട്ടമായി കാണുന്നു.
ഈ പ്രവേശനോത്സവം കെങ്കേമമാക്കുകയാണ് പുതിയങ്ങാടി GMUP സ്കൂളിലെ അധികൃതരും. കോഴിക്കോടിനെ സംബന്ധിച്ച് ജില്ലാതലം ഉദ്ഘാടനം നടുവണ്ണൂർ സ്കൂളിലാണ്. അതടക്കമുള്ള കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും മികച്ച രീതിയിലുള്ള പ്രവേശനോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.